നമുക്ക് കാണാൻ കഴിയുന്നത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ തുഴച്ചിലുകാരെല്ലാവരും വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. അവരിനി കപ്പ് വാങ്ങാനായി പോവുകയാണ്. കപ്പ് വാങ്ങാൻ ഉള്ള ആവേശത്തിലാണ് നിൽക്കുന്നത്. ഇനി വെള്ളത്തിൽ നിന്ന് എല്ലാവരും കപ്പ് വാങ്ങാനായി പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഴുവൻ ആളുകളും വലിയ ആവേശത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് കാണാം. വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനഗിരിയിൽ നിന്നുള്ള വില്ലേജ് ബോട്ട് ക്ലബിന്റെ വള്ളമാണ്. വലിയ ആവേശത്തോടു കൂടി അവരിന്ന് ഈ സമ്മാനം വാങ്ങുന്നതിനായി ഇവിടുന്ന് അല്പസമയത്തിനൊക്കെ കടക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഒരു കരയാകെ അവർക്ക് വേണ്ടി ആർപ്പ് വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അവർക്കൊപ്പം ആളുകൾ നിൽക്കുന്നു. അത്രത്തോളം ആവേശത്തിലാണ്. കഴിഞ്ഞ 5 വർഷമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കൊണ്ടുപോയ കപ്പ് ഇത്തവണ കൈനഗരിയിലേക്ക് പോകുന്നു എന്നുള്ള ആവേശമാണ് അവർക്കുള്ളത്. അവർക്ക് അവരുടെ ആവേശം നമുക്ക് കാണാം. അവരുടെ ആരാധകരെ നമുക്കിവിടെ കാണാം. അത്രത്തോളം ആവേശത്തിൽ അവർ ഓരോരുത്തരും നിൽക്കുന്നു. ഇനി അവർ കപ്പ് വാങ്ങാൻ പോവുകയാണ്. കപ്പ് വാങ്ങാൻ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? എന്താ തോന്നുന്നത്? പക്ഷെ കപ്പടിച്ചപ്പോ വലിയ ആവേശത്തിലാണ് അവർ ഓരോരുത്തരും. അവര് ഇപ്പൊ പറയുന്നത് പള്ളാത്തുരുത്തി കപ്പടിക്കണം എന്നുള്ള ആവേശത്തോടു കൂടിയാണ് അവർ ഓരോരുത്തരും നിൽക്കുന്നത്. ഇവിടെ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് പുതിയൊരു ചാമ്പ്യൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നേടിയ കപ്പ് ഇത്തവണ ബോട്ട് ക്ലബ്ബ് കൈനഗരിയിലേക്ക് ഞങ്ങൾ ജയിച്ചു. ചരിത്ര നിമിഷമാണ്. 5 വർഷം തുടർച്ചയായി കുത്തകയാക്കി വെച്ചിരുന്ന കപ്പ് ജയിച്ചിരിക്കുന്നു. ഒറ്റ നോർത്ത് ഇന്ത്യ പിള്ളേരില്ലാതെ മലയാളി പിള്ളേരെ മാത്രം വെച്ച് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പറയാം. കണക്ക് തീർക്കലായിരുന്നു. പകരം വീട്ടിലായിരുന്നു. പള്ളാത്തുരുത്തി പകരം വീട്ടിലായിരുന്നു ഞങ്ങള്. നമ്മൾ ഇന്നിവിടെ ഒരു ചരിത്രമാണ് രചിച്ചിരിക്കുന്നത്. 5 വർഷം തുടർച്ചയായി കപ്പെടുത്തവരെ തോപ്പിച്ച് വിയ്യപുരവും PBC കൈനഗിരി ഒന്നിച്ച് ഈ കപ്പ് ഇന്ന് നേടിയിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇത് നമ്മുടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് ഞങ്ങളെ കുറിച്ചാ. ഇന്നിവിടെ വെച്ച് എവിടുന്ന് തട്ടിയോ അവിടെ വെച്ച് പഠിക്കും. ഇത് ചങ്കുറപ്പിലാണ്.